തിരുവനന്തപുരം LMS CSI പള്ളിയെ കത്തീഡ്രലായി പ്രഖ്യാപിച്ച ശേഷം സ്ഥാപിച്ച ബോർഡ് ഒരു വിഭാഗം വിശ്വാസികൾ എടുത്തുമാറ്റി. ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പായി റോയ്സ് മനോജ് വിക്ടർ ഇന്ന് ചുമതലയേറ്റതിന് പിന്നാലെയാണ് ബോർഡ് മാറ്റിയത്. പള്ളിയെ കത്തീഡ്രലാക്കിയ പ്രഖ്യാപനത്തിനെതിരെ നേരത്തെയും വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. തിരുവനന്തപുരത്തെ LMS CSI പള്ളിയിലെ ബോർഡാണ് എടുത്തുമാറ്റിയത്. കഴിഞ്ഞ വർഷവും ഇതേ സമാന സംഭവം ഉണ്ടായിരുന്നു. അവിടെ ബോർഡ് നശിപ്പിക്കുകയും ഒരു വിഭാഗം അത് എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, നേരത്തെയും വലിയ പ്രതിഷേധം നടന്ന പള്ളിയാണ് LMS കത്തീഡ്രൽ. സമാനമായ അവകാശ തർക്കം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ധന്യ, കഴിഞ്ഞ വർഷം ബിഷപ്പ് ധർമ്മരാജ് റസാലം ദക്ഷിണ കേരള CSI സഭയുടെ മഹാ ഇടവകയുടെ പള്ളിയെ കത്തീഡ്രലായി പ്രഖ്യാപിച്ചുകൊണ്ട് പള്ളിക്ക് മുമ്പിൽ ഒരു ഫ്ലക്സും മറ്റ് ബോർഡും സ്ഥാപിച്ചിരുന്നു. ഇതിനെതിരെ ഒരു വിഭാഗം വിശ്വാസികൾ അന്ന് തന്നെ രംഗത്ത് വന്നതാണ്. പള്ളിയെ കത്തീഡ്രലായി പ്രഖ്യാപിച്ച നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വിശ്വാസികൾ കഴിഞ്ഞ വർഷം കൊണ്ട് വലിയ പ്രതിഷേധത്തിൽ ഇറങ്ങിയതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം വിശ്വാസികളെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കം സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്നാൽ ധർമ്മരാജ് റസാലം ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം പുതിയ ബിഷപ്പായിട്ട് ദക്ഷിണ കേരള CSI സഭയുടെ ബിഷപ്പ് ഇൻചാർജായിട്ട് റോയ്സ് മനോജ് വിക്ടർ സ്ഥാനമേൽക്കുന്ന ആ ദിവസം തന്നെയാണ് അന്ന് സ്ഥാപിച്ച ഈ കത്തീഡ്രൽ ബോർഡ് ഒരു വിഭാഗം വിശ്വാസികൾ കഴിഞ്ഞ തവണ പ്രതിഷേധിച്ച അതേ വിശ്വാസികൾ തന്നെ ഈ ബോർഡ് എടുത്ത് മാറ്റി ഈ പഴയ ബോർഡ് തന്നെ സ്ഥാപിച്ചത്. അതായത് കത്തീഡ്രലാക്കി സ്ഥാപിച്ച ബോർഡ് എടുത്തു മാറ്റുകയും മെറ്റീർ സാമുവൽ ചർച്ച് എന്നുള്ള പുതിയ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നിലവിലെ CSI സഭയുടെ മലബാർ ബിഷപ്പായിട്ടുള്ള റോയ്സ് മനോജ് വിക്ടർ ഇപ്പോൾ തിരുവനന്തപുരം ദക്ഷിണ CSI മഹാ ഇടവകയുടെ ബിഷപ്പ് ഇൻചാർജായിട്ട് ഇന്നാണ് സ്ഥാനമേറ്റെടുത്തത്. അദ്ദേഹം സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങിൽ തന്നെയാണ് ധർമ്മരാജ് റസാലം കത്തീഡ്രലായി സ്ഥാപിച്ച ബോർഡ് എടുത്തു മാറ്റിക്കൊണ്ട് ഒരു വിഭാഗം വിശ്വാസികൾ പള്ളിയിൽ പ്രതിഷേധിച്ചത്. എന്തായാലും ഇതിനെതിരെയും ഒരു വിഭാഗം വിശ്വാസികൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും കത്തീഡ്രലായി പള്ളിയെ ഉയർത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഒരു വിഭാഗം വിശ്വാസികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഫ്ലെക്സും മറ്റു കാര്യങ്ങളും എടുത്ത് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ധന്യ. ശരി, നന്ദി ഷിജു.